ഹലോ ഗൈസ്, അങ്ങനെ ആറ്റിപ്പോയി എല്ലാവരുമായിട്ട് കുളിച്ചപ്പോഴാണെങ്കിൽ മഴ പെയ്തു. മഴയോടൊപ്പം വെയിലും ആയപ്പോൾ മഴവില്ലും വന്നു. അങ്ങനെ എല്ലാവരുമായിട്ട് അടിച്ചു പൊളിച്ചുകൊണ്ടിരുന്നപ്പോൾ അതേ രണ്ട് ഞണ്ട്. അതേ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ നമ്മൾ ഈ ഇഡ്ഡലിക്കുട്ടവുമായിട്ട് എവിടെ പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ കാറിൽ കൊണ്ട് വെക്കുകയാണ്. കാറിലോട്ട് ഇഡ്ഡലിക്കുട്ട എന്തിനാണ് കൊണ്ട് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് മാറിയിരിക്കുകയാണ്. കൈഫിൻ്റെ മിന്നിങ്ങുന്ന ചെരുപ്പുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും അവരവരുടെ സാധനം തന്നെ പാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഞാൻ ഫസ്റ്റിൽ തന്നെ എടുത്തു വെച്ചത് എൻ്റെ നിസ്കാര കുപ്പായും മക്കനെയൊക്കെയാണ്. ഫിദ ആണെങ്കിൽ ഐ മിസ് യു വീടെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് പട്ടി ഷോ കാണിക്കുന്നുണ്ടായിരുന്നു. മാനിക്ക എൻ്റെ ഇടയ്ക്ക് എൻ്റെ പൊന്നോ കൊച്ചുപിള്ളേരെക്കാട്ടി കഷ്ടം. റൂമിൽ പൂട്ടിയിട്ടാണെങ്കിൽ പറയും എനിക്ക് വിഷമം കൊണ്ട് പോയി, എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എനിക്കറിയത്തില്ല. അങ്ങനെ മാനിക്കാണ് കേട്ടോ എൻ്റെ ഡ്രസ്സും ഇക്കാളുടെ ഡ്രസ്സും പാക്ക് ചെയ്ത് 2-3 ഡ്രസ്സ് എടുത്തോളൂ. പിന്നെ നമ്മുടെ കുറച്ച് അല്ലറ ചില്ലറ സാധനം മാനിക്കയുടെ ഒരു ബാഗിലെടുത്തു. അങ്ങനെ എല്ലാവരും വീട് വിട്ട് ഇറങ്ങുവാണ് കേസ്. മാനിക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്, ഇടയ്ക്ക് വിഷമവും പറയുന്നുണ്ട്. കാർ മൊത്തം കുറേ സാധനങ്ങളാണ്, പാത്രവും ഉടുപ്പും ഈ പുതപ്പും കുറേ സാധനങ്ങൾ. എനിക്ക് ഇരിക്കാൻ വയ്യായിരുന്നു. മാനിക്കാക്കായിട്ട് പോകാൻ പറഞ്ഞു. ബട്ട് വാപ്പി ഫിയാൻറ്റിയോട് ദേഷിച്ചിട്ട് പറഞ്ഞു വാപ്പിയുടെ വണ്ടി കയറാൻ പറഞ്ഞു. അപ്പം സിയാനത്തി വാപ്പിയുടെ വണ്ടിയായിരുന്നു. അപ്പം മാനിക്കാക്ക പിണങ്ങിപ്പോയി. അപ്പം സിയാനത്തി ഒറ്റപ്പെട്ടില്ല. ഒന്നും ഇല്ലടേ, മാനിക്ക ജസ്റ്റ് ഒന്ന് പിണങ്ങിപ്പോയി. മാനിക്കാടായിട്ട് വണ്ടി പോകാത്തതിന് മാനിക്ക പിണങ്ങുന്നു, വാപ്പി പിണങ്ങുന്നു, എല്ലായിടവും പിണക്കം. വാപ്പിടുത്ത് 2 ലേസ് മേടിച്ച് തരാൻ വന്ന് പറഞ്ഞു. അതിന് വാപ്പി 10-15 ലേസ് മേടിച്ച് തന്നു. കൊള്ളാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചത് കൊടുത്തു വിട്ടു കേസ്. കാരണം അത് അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഉദ്ദേശിച്ച സാധനം. പിന്നെ നമ്മൾ അത്യാവശ്യം വെള്ളം മേടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. നമ്മൾ എവിടോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ പുതുതായിട്ട് കുറച്ച് നാൾ മുമ്പ് ഒരു വീട് മേടിച്ചായിരുന്നു. അവിടെ പോയി 2-3 ദിവസം താമസിക്കാമെന്ന് കരുതി വന്നതാണ് കേട്ടോ. കൂട്ടത്തിലൊന്ന് പാല് കാച്ചി എന്നും ആകുമല്ലോ. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, കാരണം ഞാൻ ഈ വീട് ആദ്യമായിട്ടാണ് കാണുന്നത്. വീട്ടിൽ ചെന്നപ്പോൾ എല്ലാവർക്കും വിശക്കാൻ തോന്നി. അത് മറ്റേമ്മയ്ക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് മറ്റേമ്മ വീട്ടിൽ നിന്ന് ഫുഡെല്ലാം കൊണ്ടുവന്നായിരുന്നു. നെയ്ച്ചോറും ഇറച്ചിക്കറിയും പരിപ്പും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. ഈ അച്ചാർ നല്ല ടേസ്റ്റായിരുന്നു. ഇത് വാപ്പിക്കാടേന്ന് മേടിച്ചതാണ്. ഈ കാർട്ടൂൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിലെ തൊട്ട് എൻ്റെ ഫേവറേറ്റ് ആണ്. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനി അടുത്തടുത്തുള്ള ദിവസത്തിൽ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങി.